ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് വർഗീയതയും പൗരാവകാശ ലംഘനങ്ങളും വ്യാപകമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് വർഗീയ ലക്ഷ്യത്തോടെയാണെന്നും മുഖ്യമന്ത്രി. തൃശൂർ കോർപ്പറേഷൻ മേയറുമായുള്ള തർക്കത്തിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്ന് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും സുനിൽകുമാർ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകൻ. 32 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമുള്ള മാടായിക്കോണം സ്വദേശി ഗോപിനാഥൻ ചികിത്സ നടത്താൻ പണമില്ലാതെ ദുരിതത്തിൽ. പാലിയക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽ അകപ്പെട്ടു. ദേശീയപാതയിൽ 1 കിലോമീറ്ററിലധികം ദൂരം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടിട്ടും ഗേറ്റ് തുറന്നിടാതെ ടോൾ പ്ലാസ അധികൃതർ. ഗതാഗത നിയമലംഘനം തടയാൻ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. അനധികൃത ഫിറ്റിംഗുകൾ കണ്ടെത്തിയാൽ കടുത്ത നടപടി. വാർത്തകൾ വിശദമായി. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് വർഗീയതയും പൌരാവകാശ ലംഘനങ്ങളും വ്യാപകമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എസ്.വൈ.എസ്. കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടന്ന പൌരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നീക്കം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണെന്ന് ചിലർ കരുതുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ രാജ്യത്തിന്റെ പലയിടത്തും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. മണിപ്പൂരിൽ 1 വർഷമായിട്ടും അക്രമം ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് വർഗീയത പടർത്താനും വിഭജനം ഉണ്ടാക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ആരാധനാലയ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം ചെറുക്കണം. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും വർഗീയ ലക്ഷ്യത്തോടെയാണെന്നും ഇപ്പോൾ മദ്രസകളുടെ നേരെയും തിരിയുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം.പി., കെ. രാമചന്ദ്രൻ എം.എൽ.എ., ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഡോക്ടർ മുഹമ്മദ് ഖാസിം, ടി.എൻ. പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധത ചിലർ കാണുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ്. എന്നാൽ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായ കടന്നാക്രമണം അവർ കടുപ്പിക്കുകയാണ്. മേയർ എം.കെ. വർഗീസും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിലപാട് മയപ്പെടുത്തി മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു. സുരേന്ദ്രൻ തന്റെ വീട് സന്ദർശിച്ചതും താൻ സുരേന്ദ്രന്റെ വീട് സന്ദർശിച്ചതും സൌഹൃദത്തിന്റെ ഭാഗമായി മാത്രം. എന്നാൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്ന് വി.എസ്. സുനിൽകുമാർ ആരോപിച്ചു. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അതിനെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അതിനെപ്പറ്റി ഇനി ഒരു വിവാദം ഉണ്ടാക്കാനോ പുതിയ മറുപടി പറയാനോ ഇനി ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വീണ്ടും ആവർത്തി പറഞ്ഞ മറുപടി പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും അത് ഇന്നലെ പറഞ്ഞ കാര്യം പറഞ്ഞു തന്നെയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. ഇനിയിപ്പോ അതിനെപ്പറ്റി വേറെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു മറുപടി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും അതിന് മറുപടി പറയാ, ആ രീതിയിലേക്ക് ഈ പരിപാടി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉത്സവവേളകളിൽ ആശംസകൾ കൈമാറുന്നതിലും മധുരം നൽകുന്നതിലും രാഷ്ട്രീയം കാണരുതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ. വത്സരാജ്. വി.എസ്. സുനിൽകുമാർ മേയർ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വത്സരാജ്. ആശംസകൾ പറയുന്നത് വ്യക്തിപരമായി കാണണമെന്നാണ് സിപിഐയുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് വേളയിൽ മേയർ എം.കെ. വർഗീസിന്റെ ചില നിലപാടുകളിൽ സിപിഐക്ക് വിയോജിപ്പുണ്ടായിരുന്നതായും ഈ വിഷയം പരസ്യമായി ഉന്നയിച്ചിരുന്നുവെന്നും വത്സരാജ് പറഞ്ഞു. സമയത്ത് മേയർ എടുത്ത ചില നിലപാടുകളിൽ CPIക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് ഞങ്ങൾ മേയറോട് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പരസ്യമായി മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതാണ്. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകൻ വലയുന്നു. ബാങ്ക് തട്ടിപ്പ് പുറത്തുവന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും തട്ടിപ്പ് നടത്തിയവർ ജാമ്യത്തിലിറങ്ങി നടക്കുമ്പോഴും തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകർ
ആ പണം തിരികെ ലഭിക്കുന്നതിനായി അപേക്ഷകളും നിവേദനങ്ങളും സാക്ഷ്യപ്പെടുത്തിയ കത്തുകളും ബില്ലുകളുമായി ഇപ്പോഴും ബാങ്കിൽ കയറിയിറങ്ങുന്നത് തുടരുകയാണ്. മാടായിക്കോണം സ്വദേശി നെടുമ്പുറത്ത് വീട്ടിൽ ഗോപിനാഥൻ തന്റെ ജീവിതകാലം മുഴുവൻ പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് സ്വരൂപിച്ച 32 ലക്ഷത്തോളം രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. 2015 നടന്ന ഒരു അപകടത്തിൽ തുടയെല്ല് പൊട്ടി അതീവ ഗുരുതരാവസ്ഥയിലായ ഗോപിനാഥന്റെ ജീവിതം പിന്നീട് ദുരിതപൂർണമാവുകയായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കാലിൽ പഴുപ്പുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തിരമായി 2 ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും ഒരു ഓപ്പറേഷൻ കൂടി ചെയ്താൽ മാത്രമേ ഗോപിനാഥനെ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കൂ. ഇതിനായി വലിയ തുകയുടെ ആവശ്യമുണ്ട്. എന്നാൽ പലതവണ ബാങ്കിൽ അപേക്ഷ നൽകിയിട്ട് 3 തവണയായി 50,000 രൂപ വീതം 1.5 ലക്ഷത്തോളം രൂപ മാത്രമാണ് ആകെ ഇവർക്ക് ലഭിച്ചതെന്ന് ഭാര്യ പ്രഭ പറയുന്നു. 2015 ആൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് സക്സസ് ആയില്ലപ്പോ അതിൽ കൂടെ പഴുപ്പ് കയറി, ബോൺ മുഴുവൻ പഴുത്ത് മജ്ജൊക്കെ പോയി. ഇപ്പൊ വീണ്ടും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവര്. അപ്പൊ ഞങ്ങളുടെ 31,30,000 രൂപ ഇവിടെ കിടക്കുന്നുണ്ട്. 32,000 അതിന് 2 പ്രാവശ്യം 50 തന്നു. ഇനി 31,30,000 രൂപ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ 5ാമത്തെ അപേക്ഷയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. തീരെ നിവർത്തില്ലാണ്ടാണ്. ആരോടും വഴക്കൂടാനോ അല്ലാണ്ട് ഒരു പാർട്ടിക്ക് വിപരീതമായിട്ടും ചെയ്യുന്നതല്ല. ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ ആളുടെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. ജനുവരി 5-ാം തീയതിയാണ് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. 10 ലക്ഷം രൂപയാണ് ചെലവ്. ഇപ്പൊ നമ്മളിവിടുത്തെ ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോൾ അവരുടേതായ ഒരു സാഹചര്യങ്ങൾ അവര് നമ്മളോട് പറഞ്ഞു. നമുക്ക് സാഹചര്യങ്ങൾ മനസ്സിലായി. ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ കണ്ടു തുറന്നു. ഇപ്പൊ നമുക്കറിയാം ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ പല മേളകളും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവരെ സഹായിക്കാനുള്ള ഒരു നടപടി ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഉണ്ടാകണമെന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. TCV ഇരിഞ്ഞാലക്കുട. LDF, UDF മുന്നണികൾ ഭരിക്കുന്ന തൃശൂർ ജില്ലയിലെ സഹകരണ സംഘങ്ങളിൽ നടന്നത് 1000 കോടിയുടെ ക്രമക്കേടുകളും തട്ടിപ്പുമാണെന്ന് BJP ജില്ലാ സഹകരണ സെൽ ആരോപിച്ചു. 1000 കോടിയിൽ 700 കോടിയോളം രൂപ സഹകാരികളിൽ നിന്നും തട്ടിയെടുത്തതാണ്. നിക്ഷേപത്തുക കിട്ടാതെ ആത്മഹത്യകളും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ മരണപ്പെട്ട സഹകാരികളും നിരവധിയാണ്. ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ കൂട്ടുനിർത്തിയാണ് ഈ ക്രമക്കേടുകളും തട്ടിപ്പുകളും മറച്ചുവെക്കുന്നത്. ഇത് വെളിവാക്കുന്നത് ഇടത് വലത് രഹസ്യ ബാന്ധവുമാണ്. കുറ്റക്കാർക്കെതിരെ പോലീസ് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ജില്ലാ സഹകരണ സെൽ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സെൽ ജില്ലാ കൺവീനർ MB സുരേഷ്, KK സതീശൻ, ശ്രീതി ആനേടത്ത് എന്നിവർ പങ്കെടുത്തു. പാലിയേക്കര ടോളിൽ വൻ ഗതാഗതക്കുരുക്ക്. ദേശീയപാതയിൽ 1 കിലോമീറ്ററോളം വാഹനനിര നീണ്ടു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിലകപ്പെട്ടു. അരമണിക്കൂറിലേറെ സമയമെടുത്താണ് വാഹനങ്ങൾ ടോൾ പ്ലാസ കടന്നത്. ഇതിനിടെ വാഹനയാത്രക്കാരും ടോൾ അധികൃതരും തമ്മിൽ പലതവണ തർക്കം നടന്നു. ജെറൂസലേം ധ്യാനകേന്ദ്രം കടന്നും പുതുക്കാട് സ്റ്റാൻഡ് വരെയും ഇരുവശങ്ങളിലായി വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ടോൾ ബൂത്തുകളിൽ ഫാസ്ടാഗ് വേഗത്തിൽ സ്കാൻ ചെയ്യാത്തതാണ് തിരക്കിന് കാരണമെന്നാണ് പറയുന്നത്. ഇത്രയേറെ തിരക്കേറിയിട്ടും ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടാത്തത് യാത്രക്കാരിൽ പ്രതിഷേധത്തിനിടയാക്കി. വൈകിട്ട് 5 മണി മുതൽ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ടോൾ അധികൃതരും നടപടിയെടുത്തില്ല. പോലീസുകാരായാലും ശരി, ഇവിടുത്തെ ഉദ്യോഗസ്ഥരായാലും ശരി, അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ടോളുകാരും അധികൃതരും കൂടിയിട്ട് ഈ കണ്ട ജനങ്ങളെ മൊത്തം ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്തായാലും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവണം. പലതവണ പോലീസുകാർക്കായാലും കളക്ടറുടെ ഓഫീസിലേക്കായാലും പലതവണ പരാതി പോയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ തിരക്കുകളും കാര്യങ്ങളും ഒഴിവാക്കണം. ഈ പറഞ്ഞ പോലെ ക്രിസ്മസ്, വിഷു, ഓണം എന്നുള്ള സമയത്താണ് കൂടുതൽ തിരക്ക് വേണ്ടത്. അപ്പോൾ പരമാവധി ഇത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പരാതികളും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കളക്ടർ ഓഫീസിലേക്കും അതുപോലെ പോലീസുകാർക്കും അയച്ചിട്ടുള്ളതാണ്. ഗതാഗത നിയമലംഘനം തടയാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പോലീസുമായി സഹകരിച്ച് വാഹന പരിശോധന ഊർജിതമാക്കുന്നു. വാഹനങ്ങളിൽ വേഗപ്പൂട്ട്, GPS, അനധികൃതമായി സ്ഥാപിച്ച കളർ ലൈറ്റുകൾ, LED ലൈറ്റുകൾ, ഹൈബീം ലൈറ്റുകൾ, എയർഹോൺ, അമിത സൗണ്ട് ബോക്സുകൾ, അമിത ലോഡ് എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്.
ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജനുവരി 15 വരെ കർശന പരിശോധന തുടരും. റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അനുവദനീയവും അല്ലാത്ത ലൈറ്റുകൾ ഫിറ്റ് ചെയ്തതും അമിത ശബ്ദം ഉണ്ടാക്കുന്ന എയർ ഹോണുകൾ ഘടിപ്പിച്ചതുമായ വാഹനങ്ങൾ കണ്ടെത്തിയാൽ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കും. അനധികൃത ഫിറ്റിംഗായി എയർ ഹോൺ ഉപയോഗിച്ചാൽ 5000 രൂപ വരെയാണ് പിഴ. വാഹനങ്ങളിൽ അനധികൃതമായി ലൈറ്റ് ഘടിപ്പിച്ചാലും 5000 രൂപ പിഴ ചുമത്തും. സ്പീഡ് ഗവർണർ അഴിച്ചുവെച്ച് സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കും. ട്രിപ്പിൾ റൈഡിംഗ്, സ്റ്റഡിംഗ് എന്നിവ കാണുകയാണെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വർണ്ണ ലൈറ്റുകൾ, LED ലൈറ്റുകൾ എന്നിവ അഴിച്ചുമാറ്റിയതിനു ശേഷം മാത്രമേ സർവീസ് നടത്തുവാൻ അനുവദിക്കുകയുള്ളൂ. വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും കാഞ്ഞാണി തൃശൂർ സംസ്ഥാന പാതയിൽ സംയുക്ത പരിശോധന നടത്തി. തൃശൂർ എംഫോഴ്സ് വിഭാഗം ഉദ്യോഗസ്ഥരും അന്തിക്കാട് പോലീസും ചേർന്നാണ് വാഹന പരിശോധന നടത്തിയത്. ദിവസവും രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയുമാണ് പരിശോധന. തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് തോമസ്, അന്തിക്കാട് SI VS ജയൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പോലീസും മോട്ടോർ വാഹന വകുപ്പും സഹകരിച്ച് സംയുക്തമായിട്ട് വാഹന പരിശോധന ഏകദേശം 1 മാസത്തോളമായി നടത്തി വരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. രാവിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, KC വേണുഗോപാൽ, സിദ്ധരാമയ്യ, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ, മറ്റ് കേന്ദ്ര നേതാക്കൾ, MP മാർ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. തുടർന്ന് AICC ആസ്ഥാനത്ത് നിന്നും സൈനിക ട്രക്കിൽ മൃതദേഹം വിലാപയാത്രയായി യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോയി. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് കരോൾ മുടക്കിയ SIക്ക് ക്ലീൻ ചീറ്റ് നൽകിയ അന്വേഷണ സംഘം. ചാവക്കാട് SI വിജിത്ത് ചെയ്തത് നിയമപരമായി ശരിയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. രാത്രി 8 മണിക്ക് പള്ളിമുറ്റത്ത് കരോൾ ഗാനം പാടുന്നത് SI വിലക്കിയിരുന്നു. പള്ളിമുറ്റത്ത് മൈക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലെന്നാണ് SI താക്കീത് നൽകിയത്. സംഭവത്തിൽ നടപടി വേണമെന്ന CPIMന്റെ ആവശ്യം പോലീസ് നേതൃത്വം തള്ളി. അതേസമയം SIയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പള്ളി അധികൃതർ അറിയിച്ചു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലാണ് ക്രിസ്മസ് കരോൾ പോലീസ് മുടക്കിയത്. സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഭീഷണി മുഴക്കി പോലീസ് എത്തിയത്. പാലയൂർ പള്ളിയിലെ പോലീസ് നടപടിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ താൻ ജനങ്ങൾക്കൊപ്പമാണെന്നും മന്ത്രി. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുപ്പിറവിയോടനുബന്ധിച്ച് പള്ളികളിൽ രാത്രിയിൽ മൈക്ക് ഉപയോഗിച്ചുള്ള കുർബാന നടക്കാറുണ്ട്. അത് പാലയൂരിൽ മാത്രമല്ല, ആഗോളതലത്തിലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ അദ്ദേഹം ക്രിസ്തുവിന്റെ പിറവിയിൽ മാറ്റമുണ്ടെങ്കിൽ അക്കാര്യം പോലീസ് അറിയിക്കണമെന്നും പരിഹസിച്ചു. അല്ല, യേശുക്രിസ്തു 12 മണിക്കാണ് ജനിച്ചത്. അപ്പോൾ 12 മണിക്ക് കുർബാനയുണ്ടാവും. അത് ലോകം മുഴുവൻ അങ്ങനെയാണ്. അതിന് മൈക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാ അധികാരികളും അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ആരാധനാലയത്തിനുള്ളിലും കോമ്പൗണ്ടിലും അതിന് പെർമിഷൻ എടുക്കുന്നതായിട്ട് എനിക്കറിവില്ല. പ്രാർത്ഥിക്കുന്നതിന് യേശുക്രിസ്തുവിനെ 10 മണിക്ക് മുമ്പ് ജനിപ്പിക്കണമെന്നോ രാവിലെ 6 മണിക്ക് ശേഷം ജനിപ്പിക്കണമെന്നുള്ള ഒരു നിയമമോ നടപടിയോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. യേശുക്രിസ്തു 12 മണിക്ക് ജനിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അധികാരികൾ വ്യക്തമായിട്ട് പറയണം. കേന്ദ്ര സർക്കാരിന്റെ വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ ഉത്സവ വേലയാഘോഷങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണെന്നായിരുന്നു മറുപടി. ഇവിടുത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ജനങ്ങളുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. സാധാരണ രീതിയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന രീതിയാണ് ഉള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തൃശൂർ മേയർക്ക് കേക്ക് നൽകിയ വിവാദത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ് തന്റെയും നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെപ്പറ്റി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കമന്റ് ഇല്ല, തീർന്നു. സുരേന്ദ്രൻ പറഞ്ഞതാണ് എന്റെ നിലപാട്. TCV തൃശൂർ.
പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു. കരോൾ തടസ്സപ്പെടുത്തിയ സംഭവം സംബന്ധിച്ച് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിഡ് കണ്ണമ്പുഴയുമായി മന്ത്രി സംസാരിച്ചു. ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് കെ ആർ ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ജില്ലാ ട്രഷറർ അനീഷ് ഗുരുവായൂർ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേലയാഘോഷത്തിന് വെടിക്കെട്ട് മുടങ്ങിയതിന് പിന്നിൽ കേന്ദ്ര നിയമമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. ശിവകാശി ലോബിയാണ് നിയമത്തിന് പിന്നിൽ. പെസോയുടെ നിയമത്തിൽ ഇളവ് വരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ടു. ചെറിയ തോതിലുള്ള ഒരു വെടിക്കെട്ടാണ് നടത്താറ്. അതിനനുമതി തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം ഇത് പൂരത്തെ വെടിക്കെട്ടിൻ്റെ ആ അനുമതിയെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു മാർഗനിർദ്ദേശമാണ്. ഇപ്പോഴേ അതിനുള്ള ടെസ്റ്റ് ഡോസ് നടത്തുകയാണ്. അത് നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷക്കാലം നമ്മളിത് നടത്തിയിട്ട് നമ്മളതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ടിന് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. കേന്ദ്ര സ്ഫോടക വസ്തു ചട്ട നിയമപ്രകാരമായിരുന്നു നടപടി. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലവും തമ്മിലുള്ള ദൂരപരിധിയും 250 മീറ്റർ ചുറ്റളവിൽ ആശുപത്രിയും സ്കൂളും പെട്രോൾ പമ്പും പാടില്ലെന്ന വ്യവസ്ഥയുമാണ് തടസ്സമാകുന്നത്. പാറമേക്കാവ് വേല ജനുവരി 3-നും തിരുവമ്പാടി വേല ജനുവരി 5-നുമാണ്. പുതിയ നിയമങ്ങൾ തൃശൂർ പൂരം വെടിക്കെട്ടിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ദേവസ്വങ്ങൾ. വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് പൊട്ടാസ് പൊട്ടിച്ച തൃശൂരിൽ പൂരപ്രേമികളുടെ പ്രതിഷേധം. പൊട്ടാസ് പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചുമായിരുന്നു പൂരപ്രേമികൾ ഉത്സവവേലയാഘോഷങ്ങളിലെ വെടിക്കെട്ട് നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചത്. പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിലായിരുന്നു പ്രതിഷേധം. ഉത്സവാഘോഷങ്ങളിലെ വെടിക്കെട്ടിന് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇതുമൂലം തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതോടെ ജനുവരി 3, 5 തീയതികളിലായി നടക്കുന്ന ഇരു ക്ഷേത്രങ്ങളിലെയും വേലയാഘോഷം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പൂരപ്രേമികൾ നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സുരക്ഷിതമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കെ പുതുതായി പ്രഖ്യാപിച്ച അപ്രായോഗിക നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് പൂരപ്രേമികൾ ആവശ്യപ്പെട്ടു. പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴക്കാട്ട്, സെക്രട്ടറി അനിൽകുമാർ മോച്ചാട്ടിൽ, കൺവീനർ വിനോദ് കണ്ടങ്കാവിൽ, തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ, നന്ദൻ വാഗയിൽ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ. ദേശീയപാത പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്ക് യാത്രികനെയും കാൽനട യാത്രക്കാരെയും ഇടിച്ചു തെറിപ്പിച്ചു. എറണാകുളത്ത് നിന്ന് തൃപ്രയാറിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. വീട്ടുമതിലും ഇടിച്ചു തകർത്തിട്ടുണ്ട്. ബൈക്ക് യാത്രികൻ പെരിഞ്ഞനം സ്വദേശി വാഴക്കാലിൽ വീട്ടിൽ ഷാജി, കാൽനട യാത്രക്കാരൻ നാരായണമംഗലം ചാലിക്കാരൻ വീട്ടിൽ അനിൽകുമാർ എന്നിവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ഉമിക്കുന്ന് വടക്കൻ വീട്ടിൽ ദേവകിനെയാണ് എരുമപ്പെട്ടി SI യു മഹേഷ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി നെല്ലുവായ് നാറാണത്ത് വീട്ടിൽ മുഹമ്മദ് ഫാരിസിനെയാണ് ഇയാൾ ആക്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. ജോലി കഴിഞ്ഞെത്തിയ മുഹമ്മദ് ഫാരിസ് വീട്ടിലേക്ക് കയറിപ്പോകുന്നതിനിടയിൽ വീടിന് സമീപം നിന്നിരുന്ന പ്രതിയും സംഘവും ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മൂക്കിന്റെ എല്ലുപൊട്ടിയ മുഹമ്മദ് ഫാരിസിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതി ദേവക് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൌൺസിലർ PR അരവിന്ദാക്ഷൻ പങ്കെടുത്ത വടക്കാഞ്ചേരി നഗരസഭ ജനറൽ കൌൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. അയോഗ്യനായ ഒരാളെ ജനറൽ കൌൺസിലിൽ ഇരുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സെക്രട്ടറിയും ചെയർമാനും ഇതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടിവരുമെന്നും പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 4 മാസക്കാലമായി നഗരസഭയുടെ മിനിറ്റ്സ് കോപ്പി കൌൺസിലിൽ നൽകിയിട്ടില്ല. കൌൺസിൽ തീരുമാനങ്ങൾ അറിയണമെങ്കിൽ ജനപ്രതിനിധികൾക്ക് വിവരാവകാശം കൊടുത്തു വാങ്ങേണ്ട ഗതികേടാണ്. മുനിസിപ്പൽ ചട്ടങ്ങളും നിയമങ്ങളും മുഖവിലക്കെടുക്കാതെ സെക്രട്ടറിയും ചെയർമാനും കൂടി നടത്തുന്ന പ്രഹസനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും നിയമപരമായി നേരിടുമെന്നും അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ UDF കൌൺസിലർമാർ പറഞ്ഞു. 2 കാരണങ്ങളാണ് ബഹിഷ്കരിക്കാനുള്ളത്. ഒന്ന്, ഭരണഘടന പ്രകാരം അയോഗ്യനായ PR അരവിന്ദാക്ഷൻ എന്ന കൗൺസിലർ
മുൻ കൗൺസിലർ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ യോഗത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അരവിന്ദാക്ഷ യോഗത്തിൽ പങ്കെടുത്തു. അന്ന് പ്രതിഷേധമുണ്ടാക്കി പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോന്നു. നഗരസഭാ യോഗം എല്ലാവർക്കും കയറിയിരിക്കാവുന്നതല്ല. ഇനി ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിസിറ്റേഴ്സ് ഗാലറിയിലാണ് ഇരിക്കേണ്ടത് അപേക്ഷ കൊടുത്ത്. വിസിറ്റേഴ്സ് ഗാലറി ഇവിടെ ഇല്ല, പത്രക്കാർക്കുള്ള ഗാലറിയും ഇല്ല. പത്രക്കാർ അതിൻ്റെ പ്രതിഷേധം ഇന്ന് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് യോഗ്യമായൊരു യോഗത്തിൽ ഞാനത് പ്രസൻറ്റ് ചെയ്യും. പത്രക്കാർക്ക് ഇരിക്കാൻ നഗരസഭയിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇന്ന് കത്ത് എനിക്ക് തന്നിരിക്കുകയാണ് പ്രസ് കൗൺസിൽ. അപ്പോൾ ഇതിനകത്ത് അരവിന്ദാക്ഷ എങ്ങനെയാണ് കയറിയത്? ഇവർ ചോദിക്കുന്നത് അരവിന്ദാക്ഷനെ അയോഗ്യനാക്കിയിട്ടില്ല. അരവിന്ദാക്ഷനെ അയോഗ്യനാക്കേണ്ട കാര്യമില്ല. കാരണം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 92 വകുപ്പ് അനുസരിച്ച് ഒരു കൗൺസിലർ, അത് ഞാനായാലും അരവിന്ദാക്ഷനായാലും ശരി, ചെയർമാനായാലും ശരി, തൊട്ടടുത്ത മാസങ്ങളിലെ 3 യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയാൾ സ്വമേധയാ അയോഗ്യനാണ്, ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ അതിൻ്റെ അടുത്ത നടപടിക്രമം സെക്രട്ടറി അയാളെ അയോഗ്യനാക്കി കത്ത് കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിൽ വരുന്നവരോട് കടന്നുപോകാൻ പറയുന്നതല്ല മേയറുടെ നിലപാടെന്നും ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നയാളാണ് തൃശൂർ മേയറെന്നും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു PK ഷാജൻ. കെ സുരേന്ദ്രൻ മേയർ കേക്ക് വിഷയത്തിൽ VS സുനിൽകുമാറിനെ എതിർത്ത് പറയാൻ CPI കൗൺസിലർമാർക്ക് നട്ടല്ലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപാലൻ കുറ്റപ്പെടുത്തി. മേയർ BJP-കാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മേയർ പരസ്യമായും രഹസ്യമായും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ്. VS സുനിൽകുമാർ പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് കൗൺസിലർമാരുടെ പിന്തുണയില്ലെന്ന് രാജൻ ജയപാലൻ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സൂത്രത്തിലൂടെ സ്വച്ഛ് ഭാരത് മിഷന്റെ 5 സ്റ്റാർ റാങ്ക് നേടാനുള്ള ശ്രമത്തിലാണ് തൃശൂർ കോർപ്പറേഷനെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഫ്ളാറ്റുകളിൽ നിന്ന് വ്യാപകമായി സെപ്റ്റിക് മാലിന്യം കാനകളിലേക്ക് ഒഴുക്കിവിടുന്നവർക്കെതിരെ നടപടിയെടുക്കാതെയാണ് മാലിന്യമുക്ത പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെന്ന് കൗൺസിലർ ജോർജ് ഡാനിയൽ ആക്ഷേപമുന്നയിച്ചു. പാട്ടുരായ്ക്കൽ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. കൂർക്കഞ്ചേരി മുതൽ മെട്രോ ആശുപത്രി വരെയുള്ള കോൺക്രീറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഫേസ് ഷീൽഡ് ധരിച്ചും കോട്ടണിഞ്ഞും പ്ലക്കാർഡ് പിടിച്ചുമാണ് BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി യോഗത്തിൽ പങ്കെടുത്തത്. വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ, ജയപ്രകാശ് പൂവത്തിങ്കൽ, EV സുനിൽരാജ് എന്നിവരും സംസാരിച്ചു. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. എറിയാട് പഞ്ചായത്തിലെ 6, 8 വാർഡുകളിലെ മാടാവന, കാട്ടാക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നേടിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാരെ ആക്രമിച്ച നായയെ കണ്ടെത്താനായില്ല. മരത്തിൽ കുടുങ്ങിയ മണ്ണമ്പേട്ട സ്വദേശിയായ വയോധികന് രക്ഷകരായി പുതുക്കാട് ഫയർഫോഴ്സ്. പുതുക്കാട് കാഞ്ഞൂപ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുരുമുളക് പറിക്കാൻ ജോലിക്കെത്തിയ 75-കാരനായ വേലായുധനാണ് അപകടത്തിൽപ്പെട്ടത്. കുരുമുളക് പറിക്കുന്നതിനിടയിൽ കാൽ വള്ളിയിൽ കുടുങ്ങി വേലായുധൻ തല കീഴായി കിടക്കുകയായിരുന്നു. പറമ്പിന്റെ ഉടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് ഫയർഫോഴ്സ് എത്തി വേലായുധനെ രക്ഷപ്പെടുത്തി. ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം. സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് യാത്രയയപ്പ് വേണ്ടെന്ന് വെച്ചത്. മുൻ ഗവർണർ P. സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്താണ് യാത്രയയപ്പ് ചടങ്ങ് ഒഴിവാക്കിയത്. KSEBയുടെ നവീകരിച്ച ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യാർഡ് പ്രവർത്തന സജ്ജമായി. KSEBയുടെ ഉടമസ്ഥതയിലുള്ള 4.88 ഏക്കർ ഭൂമിയിൽ 5,40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. KSEBയുടെ പുതിയ ഡിസൈൻ പ്രകാരമുള്ള 8 മീറ്ററിന്റെ 1440 പോസ്റ്റുകളും 9 മീറ്ററിന്റെ 384 പോസ്റ്റുകളും പ്രതിമാസം നിർമ്മിക്കാൻ ശേഷിയുള്ളതാണ് ഈ യാർഡ്. ചൊവ്വാഴ്ച വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി യാർഡിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, MA ഷാജു, KH സാദിഖ്, PK സന്തോഷ്, ലിസി K. ഡേവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ തൃശൂരിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് അനുശോചന യോഗം ചേർന്നു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MP TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജോസഫ് ടാജറ്റ്, MP വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂരിൽ ചപ്പാത്തിക്കടയിൽ മാസങ്ങൾ പഴക്കമുള്ള മാലിന്യം കണ്ടെത്തി പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയ പഞ്ചായത്ത് അധികൃതർ കട അടപ്പിച്ചു.
ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മാസങ്ങൾ പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ച ചപ്പാത്തി വിൽപ്പനക്കടയാണ് അരിമ്പൂർ പഞ്ചായത്ത് അധികൃതർ പൂട്ടിച്ചത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അരിമ്പൂർ ഉഷ സ്റ്റോപ്പിന് സമീപമുള്ള കടയ്ക്കെതിരെ നടപടിയെടുത്തത്. ഉടമ അരിമ്പൂർ സ്വദേശിനി ചേനാട്ട് രജനിക്ക് 5000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസും നൽകി. കടയുടെ പുറകുഭാഗത്ത് വലിയ ടാങ്കിൽ വെള്ളത്തിൽ കുതിർന്ന നിലയിലാണ് കേടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരുന്നത്. കടയുടെ ഉൾഭാഗവും വൃത്തിഹീനമായ നിലയിലായിരുന്നുവെന്ന് ആരോഗ്യ വിഭാഗം പറഞ്ഞു. മുൻപ് ഇവരുടെ തന്നെ സമീപത്തുള്ള ബേക്കറിയിൽ ചോക്ലേറ്റിൽ പുഴുക്കളെ കണ്ടെത്തിയതിനെ തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തി കട പൂട്ടിച്ചിരുന്നു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ശങ്കർ, ജയചിമാരായ റീന, നവ്യ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയുമായി അരിമ്പൂർ പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും. മനക്കൊടി പുള്ള് പാതയോരത്ത് 5 ചാക്കുകളിലാക്കി വീട്ടുമാലിന്യം കൊണ്ട് തള്ളിയ സംഭവത്തിൽ ഉത്തരവാദിയായ ഒളരി സ്വദേശിനി അശ്വതിയെക്കൊണ്ട് അരിമ്പൂർ പഞ്ചായത്ത് 10,000 രൂപ പിഴയടപ്പിച്ചു. മാലിന്യം ഇവരെക്കൊണ്ട് തന്നെ തിരികെ എടുപ്പിക്കുകയും ചെയ്തു. തേക്കിൻകാട് മൈതാനത്ത് നടന്നിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ദിശ എക്സ്പോയുടെ മാലിന്യങ്ങൾ ഏറ്റെടുത്ത് കുന്നത്തങ്ങാടിക്ക് സമീപം സംസ്ഥാന പാതയോരത്ത് നിക്ഷേപിച്ച സ്വകാര്യ വ്യക്തിയിൽ നിന്ന് 10,000 രൂപ പിഴയടപ്പിച്ചു. എറവ് കൈപ്പിള്ളി അകമ്പാടം ചാലിൽ പച്ചക്കറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രദേശവാസിയിൽ നിന്ന് 5000 രൂപ പിഴ ഈടാക്കി. മാലിന്യങ്ങൾ അതാത് വ്യക്തികളെ കൊണ്ട് തന്നെ തിരികെ എടുപ്പിക്കുകയും ചെയ്തു. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ പറഞ്ഞു. കൊണ്ടാഴി മായന്നൂർ റോഡിൽ കായാമ്പൂവം മുതൽ കൊണ്ടാഴി വരെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ ഈ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ചേലക്കര PWD റോഡ് വിഭാഗം അറിയിച്ചു. ടാറിംഗ് പ്രവൃത്തികൾ കഴിയുന്നതുവരെ ഈ വഴി പോകേണ്ട വാഹനങ്ങൾ പുത്തരിത്തറ കൊണ്ടാഴി റോഡ് വഴി തിരിഞ്ഞു പോകേണ്ടതാണെന്നും അധികൃതർ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മീനാക്ഷി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാജേഷ് വഞ്ചിപ്പുര, പ്രൊഫസർ ടി കൃഷ്ണകുമാർ, ഡോക്ടർ CP സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 1957 മുതൽ 2024 വരെ ബാച്ചിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. തൃശൂർ K9 ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ശ്വാന പ്രദർശനം മണ്ണുത്തി വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ ആരംഭിച്ചു. കെനൈൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഘടകമായ തൃശൂർ കെനൈൽ ക്ലബിന്റെ 45ാമത് ശ്വാന പ്രദർശനമാണ് മണ്ണുത്തിയിൽ ആരംഭിച്ചിരിക്കുന്നത്. അഴകിന്റെയും അനുസരണയുടെയും ഏതു മത്സര മാനദണ്ഡങ്ങളെയും കീഴടക്കുന്ന വിദേശിയും സ്വദേശിയുമായ അപൂർവ ഇനം ശ്വാന പ്രതിഭകളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 53-ൽ പരം വ്യത്യസ്ത ബ്രീഡുകളിൽ നിന്നായി 325ഓളം ശ്വാനന്മാരാണ് 2 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഗ്രേറ്റ് ജപ്പാനീസ് ഡോഗ് ഷീവ മുതൽ അമേരിക്കയുടെ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ ടീമിൽ ഉൾപ്പെട്ട നായയായ കെറോയുടെ തനിജനുസായ ബെൽജിയൻ മാലിന്യോ വരെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റോഡ് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗ്രേറ്റ് ഡെയിൻ, ബുൾ ടെറിയർ, ശുഭിത സ്വഭാവം കാരണം മറ്റു രാജ്യങ്ങളിൽ വിലക്കുള്ള ബ്രസീലുകാരൻ ഫില ബ്രസീലിയറോ സിനിമാ സീരിയൽ താരമായി പേരെടുക്കുകയും കേരള പോലീസ് ശ്വാനസേനയിൽ ഇടം പിടിക്കുകയും ചെയ്ത കുഞ്ഞൻ ജാക്ക് റസൽ ടെറിയർ, ആർട്ടിക് പ്രദേശത്തുകാരായ സൈബീരിയൻ ഹസ്കി, ഇത്തിരി കുഞ്ഞന്മാരായ മിനിയേച്ചർ പിൻഷർ, ഷിവാവ, ടോയിപ്പൂഡിൽ എന്നിവർക്ക് പുറമെ ചിപ്പിപ്പാരായി മുദോൾ ഹൗണ്ട്, രാജപാളയം, കന്നി, കരാവൻ ഹൗണ്ട് തുടങ്ങി ഇന്ത്യൻ വംശജരും പ്രദർശനത്തിലെ മത്സരരംഗത്തുണ്ട്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ശ്വാന പ്രദർശനം കാണാനെത്തുന്നത്. TCV തൃശൂർ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ബൈക്ക് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ ആറ്റൂർ സ്വദേശി വിവേക്, കാൽനട യാത്രികനായ തമിഴ്നാട് സ്വദേശി സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് റെയിൽവേ ഗേറ്റ് മുന്നറിയിപ്പില്ലാതെ അടച്ചതോടെ ജനം വലഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കായി പുതുക്കാട് പ്രധാന ഗേറ്റ് വെള്ളിയാഴ്ച രാവിലെ മുതൽ അടച്ചിടുമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പുതുക്കാട് റെയിൽവേ അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ പൊതുജനങ്ങൾക്ക് അറിയിപ്പൊന്നും നൽകാതെ രാവിലെ 7:30യോടെ ഗേറ്റ് അടച്ചു.
ഇതോടെ പുതുക്കാട് ഊരകം റോഡിൽ വാഹനഗതാഗതം തടസ്സപ്പെട്ടു. ചില വാഹന ഉടമകൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ബഹളം വയ്ക്കുകയും ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും ചെയ്തു. പിന്നീട് ഗേറ്റ് തുറന്നെങ്കിലും രാത്രി 7:30 വീണ്ടും ഗേറ്റ് അടച്ചു. ഇതോടെ ഗേറ്റിൽ വീണ്ടും ഗതാഗത കുരുക്കായി. അപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയിപ്പൊന്നും നൽകിയിരുന്നില്ല. 2 ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് മുന്നറിയിപ്പില്ലാതെ ഗതാഗതം തടസ്സപ്പെട്ടത്. പുതുക്കാട് നിന്ന് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്നതിനുള്ള മുഖ്യ മാർഗവുമാണ് ഈ റോഡ്. ഗേറ്റ് തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷമേ തുറന്ന് ഗതാഗതം പുനരാരംഭിക്കൂ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നെല്ലുവായ് ശ്രീ ധന്വന്ത്രി പുരസ്കാരം ഡോക്ടർ ഡി രാമനാഥന്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി 8 സമ്മാനിക്കും. ആയുർവേദ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ആശയാവിഷ്കാരങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തൃശൂരിൽ നടക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ചിത്രകലാ പ്രദർശനം. വർണ്ണങ്ങൾ ചാലിച്ച ക്യാൻവാസുകളിൽ ജീവിത നേർക്കാഴ്ചകളുണ്ട്. പ്രകൃതിയും ജീവജാലങ്ങളും സംസ്കാരവും പൂർവ്വകാല ഓർമ്മകളുമെല്ലാം ചിത്രങ്ങളായി ഇതൾ വിരിഞ്ഞിരിക്കുന്നു. പലതും കാഴ്ചക്കാരുമായി സംവദിക്കുന്നതാണ്. അത്രമേൽ ആഴത്തിൽ ചിത്രകലയെ പാകപ്പെടുത്തിയ വരകളാണ് പ്രദർശനത്തിലെ ഓരോ ചിത്രങ്ങളും. നിറക്കൂട്ടുകളുടെ വ്യത്യസ്തത പോലെ തന്നെ ഈ ചിത്രങ്ങളുടെ ശില്പികളിലും ആ വ്യത്യസ്തത പ്രകടമാണ്. 4 വയസ്സുകാരായ ഹാസിനി, മിത്രൻ ജോഷുവ എന്നിവരിൽ തുടങ്ങി ബംഗാൾ സ്വദേശിയും 60 വയസ്സുകാരിയുമായ കൃഷ്ണാസൂർ എന്ന വീട്ടമ്മയിൽ വരെ എത്തി നിൽക്കുന്നു ശില്പികളുടെ നിര. എല്ലാവരും തൃശൂർ, അത്താണിയും ചെന്നൈയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രഷ്യൻ ആർട്ട് സ്റ്റുഡിയോയിലെ ചിത്രകലാ വിദ്യാർത്ഥികളാണ്. ഇങ്ങനെയുള്ള 54 പേരുടെ 89 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അതിൽ തന്നെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഭാഷ പഠിപ്പിക്കുന്ന പോലെയാണ് ഇപ്പം നമ്മൾ ഈ ദൃശ്യകല എന്നുള്ളത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും അവരുടേതായ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലാണ് പഠിക്കുന്നത്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണെന്നുള്ളതാണ് അവരുടെ വർക്കിൻ്റെ ഔട്ട്കംസ് കാണിക്കാം. അവരുടേതായ ശൈലിയിൽ അവരുടേതായ കാര്യങ്ങൾ, അവരുടെ സ്ട്രെങ്ത് എന്താണോ അതിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. സെൻ സ്റ്റുഡൻസും ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ഉള്ള കുട്ടികളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അക്രിലിക്കാണ് ഈ വർക്ക്സ് എല്ലാം. ഇത്ര കാലം അവർ പഠിച്ചതിൻ്റെ ഒരു കഴിവിനെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളൊരു വേദിയാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ്ലൈനും ഓൺലൈനായും ചിത്രരചന പഠിച്ച വിദേശത്ത് നിന്നടക്കമുള്ളവരുടെ അക്രിലിക് ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സിൻക്രോണസ് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് കാഴ്ചക്കാരിൽ നിന്നും ലഭിക്കുന്നത്. തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. TCV തൃശൂർ. ഇനി വാണിജ്യം. സ്റ്റീൽ ഡോർ ആൻഡ് സ്റ്റീൽ വിൻഡോസ് ഉൽപാദന വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഹവായ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പുതിയ ഷോറൂം തൃശൂർ മരത്താക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. മരത്താക്കര സിഗ്നലിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ ഹവായ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ 25ാമത് ഷോറൂമിന്റെ ഉദ്ഘാടനം ഹവായ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് CMD മുഹമ്മദ് അലിയും സിനി ആർട്ടിസ്റ്റ് അതിഥി രവിയും ചേർന്ന് നിർവഹിച്ചു. ഹവായ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PK മുനീർ, ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് CEO ഷാഹിദ്, LED സെക്ഷൻ MD ബഹറുദ്ദീൻ, വിൻഡോസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷറഫുദ്ദീൻ, ലെൻസ്ബഡ് ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ, വാർഡ് മെമ്പർ ഷീബ സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിഥി രവി ആദ്യ വിൽപ്പന നടത്തി. സോഷ്യൽ മീഡിയ കോൺടെസ്റ്റിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വ്യൂ ലഭിക്കുന്നയാൾക്കുള്ള ബമ്പർ സമ്മാനമായ LED TVയും മറ്റ് സമ്മാനങ്ങളും വിജയികൾക്ക് നൽകി. ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കളായ ഹവായ് ഡോറും സ്റ്റാർക്ക് സ്റ്റീൽ ഡോറിന്റെയും ഹവായ് വിൻഡോസിന്റെയും ഹവായ് FRP ഡോറുകളുടെയും കമനീയവും വിപുലവുമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. മരത്തെ വെല്ലുന്ന അതിനൂതന ഡിസൈനുകളും 14ലധികം ലോക്ക് സെറ്റുകളുമായി അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയുള്ള ഡോറുകളാണ് ഹവായുടെ പ്രത്യേകത. 20,000 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ഡോറുകൾ കസ്റ്റമേഴ്സിന് നേരിട്ട് കണ്ട് സെലക്ട് ചെയ്യാവുന്ന സംവിധാനവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. 10 വർഷം ഗ്യാരണ്ടിയുള്ള ഫൈബർ ഡോറുകൾ 7,000 രൂപ മുതൽ ലഭ്യമാണ്. കൂടാതെ സ്റ്റീൽ വിൻഡോസിൽ പൗഡർ കോട്ട്, അപ്പോക്സി, പ്രൈമർ തുടങ്ങിയ അതിനൂതന രീതിയിലുള്ള പുതുപുത്തൻ ഡിസൈനുകളും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിർമ്മിച്ചു നൽകാനുള്ള സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്.
ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3235 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വാർത്തകളിലേക്ക്. ബിജെപി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് വർഗീയതയും പൌരാവകാശ ലംഘനങ്ങളും വ്യാപകമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് വർഗീയ ലക്ഷ്യത്തോടെയാണെന്നും മുഖ്യമന്ത്രി. തൃശൂർ കോർപ്പറേഷൻ മേയറുമായുള്ള തർക്കത്തിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും സുനിൽകുമാർ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകൻ. 32 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമുള്ള മാടായിക്കോണം സ്വദേശി ഗോപിനാഥൻ ചികിത്സ നടത്താൻ പണമില്ലാതെ ദുരിതത്തിൽ. പാലിയക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിലകപ്പെട്ടു. ദേശീയപാതയിൽ 1 കിലോമീറ്ററിലധികം ദൂരം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടിട്ടും ഗേറ്റ് തുറന്നിടാതെ ടോൾ പ്ലാസ അധികൃതർ. ഗതാഗത നിയമലംഘനം തടയാൻ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. അനധികൃത ഫിറ്റിംഗുകൾ കണ്ടെത്തിയാൽ കടുത്ത നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.